നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇംഗ്ലീഷ് ഭാഷയുടെ കഥയാണ്. കൊണ്ടും കൊടുത്തും വളർന്ന ഭാഷയാണ് ഇംഗ്ലീഷ്. ലോകത്ത് ഇന്ന് ഏറ്റവും അധികം രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ് ഇംഗ്ലീഷ്. ലോകഭാഷ എന്ന വിശേഷണം അതുകൊണ്ട് ഇംഗ്ലീഷിന് ലഭിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ കണക്കനുസരിച്ച് ലോകത്ത് 150 കോടിയോളം ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ഇംഗ്ലീഷ്. കമ്പ്യൂട്ടറിൻ്റെയും മറ്റ് സാങ്കേതിക വിദ്യകളുടെയും വരവോടെ സാങ്കേതിക ഭാഷ എന്ന നിലയിലും ഇംഗ്ലീഷ് പ്രശസ്തിയേറിയ ഒരു ഭാഷയായി മാറി. യഥാർത്ഥ ഇംഗ്ലീഷ് എന്നുള്ളത് പല നാട്ടിലും പല രൂപവും ഭാവവുമാണ് ഇംഗ്ലീഷിനുള്ളത്. ഇംഗ്ലീഷ് എങ്ങനെ ഇത്രയധികം നാടുകളിൽ സംസാര ഭാഷയായി എന്നുള്ളതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. ലോകത്തെ ഏറ്റവും അധികം രാജ്യങ്ങളെ കോളനികളാക്കിയ രാജ്യം ബ്രിട്ടനാണ്. ബ്രിട്ടൻ്റെ കോളനികളിലൂടെയാണ് അവരുടെ ഭാഷ ലോകം മുഴുവൻ എത്തിയത്. ഓരോ നാടിനും ഓരോ രീതിയിൽ ആ ഭാഷ വളർന്നു. ഇന്ന് ഐക്യരാഷ്ട്രസഭ എന്ന സംഘടന അടക്കമുള്ള രാജ്യാന്തര സംഘടനകളുടെയും ഒട്ടേറെ രാജ്യങ്ങളുടെയും ഔദ്യോഗിക ഭാഷയായി ഇംഗ്ലീഷ് മാറിക്കഴിഞ്ഞു. അനുദിനം മാറുന്ന ഭാഷ എന്ന നിലയിൽ ഇംഗ്ലീഷ് മലയാളത്തിൽ നിന്ന് പോലും പല വാക്കുകൾ കടമെടുത്തിട്ടുണ്ട്. കൂടാതെ സാങ്കേതികവിദ്യയിലും ജീവിത രീതിയിലും വന്ന മാറ്റം അതിനെ സ്വാധീനിച്ചു. വ്യാകരണത്തെക്കാൾ വേഗത്തിൽ വാക്കുകളിലാണ് മാറ്റമുണ്ടാകുന്നത്. പതുക്കെയാണെങ്കിലും ഇംഗ്ലീഷ് വ്യാകരണത്തിലും മാറ്റമുണ്ടാകുന്നു. പണ്ടത്തെ പല തെറ്റുകളും കാലാന്തരങ്ങളിൽ അത് ശരിയായി മാറി. ലോകത്ത് 150 കോടിയോളം ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അവരിൽ ഭൂരിപക്ഷത്തിൻ്റെയും രണ്ടാം ഭാഷയാണ് ഇംഗ്ലീഷ്. അതുകൊണ്ട് തന്നെ അവരുടെ മാതൃഭാഷയിൽ നിന്ന് പലതും ഉൾക്കൊണ്ട് ഇംഗ്ലീഷ് ഇനിയും ഒരുപാട് മാറുകയും വളരുകയും ചെയ്യും. ബ്രിട്ടനിലെ ലോകപ്രശസ്ത സർവകലാശാലകളാണ് ഓക്സ്ഫോർഡ് സർവകലാശാലയും കേംബ്രിഡ്ജ് സർവകലാശാലയും. തുടക്കത്തിൽ ഇംഗ്ലീഷിന് എതിരായിരുന്നു അവർ. ഇംഗ്ലീഷിനേക്കാൾ കേമൻ ഭാഷ ലാറ്റിൻ ഭാഷയും ഗ്രീക്ക് ഭാഷയും ആണെന്നായിരുന്നു അന്ന് ആ രണ്ട് യൂണിവേഴ്സിറ്റികളിലെയും പ്രൊഫസർമാരുടെ വാദം. ഓക്സ്ഫോർഡിൽ 1894 മുതലും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ 1911 മുതലുമാണ് ഇംഗ്ലീഷ് ഭാഷയും സാഹിത്യവും പഠിപ്പിച്ചു തുടങ്ങിയത്. ആരുടെ ഭാഷയാണ് ഇംഗ്ലീഷ്? അതൊരു തർക്കമാണ്. ബ്രിട്ടീഷുകാർ എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയുവാൻ കഴിയുകയില്ല. അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലെയും ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷുകാരുടെ മാത്രമാണ് എന്ന് പറയുവാൻ സാധിക്കില്ല. 350-ലേറെ ഭാഷകളിൽ നിന്നുള്ള വാക്കുകളും പ്രയോഗങ്ങളും കടമെടുത്താണ് ഇന്ന് നാം കേൾക്കുന്ന ഇംഗ്ലീഷ് ഭാഷയുണ്ടായത്. ബ്രിട്ടനെ ആക്രമിച്ച റോമാക്കാരുടെ മുതൽ ഇക്കാലത്ത് ബ്രിട്ടൻ കീഴടക്കിയ ഇന്ത്യക്കാരുടെ വരെ സംഭാവനകൾ ഇംഗ്ലീഷ് ഭാഷയിലുണ്ട്. ഇംഗ്ലീഷ് ചരിത്രത്തെ കാലഗണന ക്രമത്തിൽ പൊതുവെ 3ആയി തിരിക്കാം. പുരാതന ഇംഗ്ലീഷ് കാലഘട്ടം, അത് AD 450 മുതൽ 1066 വരെയാണ്. മധ്യ ഇംഗ്ലീഷ് കാലഘട്ടം, അത് AD 1066 മുതൽ 1500 വരെയാണ്. ആധുനിക ഇംഗ്ലീഷ് കാലഘട്ടം എന്നുള്ളത് AD 1500 മുതൽ ഇന്ന് 2025 വരെയാണ്. 3 കാലഘട്ടങ്ങളാണ് ഇംഗ്ലീഷ് ഭാഷയുടെ വളർച്ചയ്ക്ക് പ്രധാനമായുള്ളത്. പുരാതന ഇംഗ്ലീഷ് കാലഘട്ടം ഇംഗ്ലണ്ടിലെ ആദ്യകാല കുടിയേറ്റക്കാർ കെൽറ്റുകൾ എന്ന ഗോത്രവർഗക്കാരാണ്. പിക്റ്റുകൾ എന്നാണ് അവർ അറിയപ്പെട്ടത്. കെൽറ്റിക് ഗോത്രത്തിലെ ഒരു ഭാഗം ബ്രിട്ടൻ്റെ വടക്കുഭാഗത്തുള്ള മലനിരകൾ കയ്യേറി. സ്കോട്ടുകൾ എന്ന മറ്റൊരു ഭാഗം ഇന്നത്തെ അയർലൻഡിലും ബ്രിട്ടൻ്റെ വടക്കുഭാഗത്ത് പിക്റ്റുകൾക്ക് സമീപവും കുടിയേറി. ഇവരിൽ ഏറ്റവും ശക്തരായ ബ്രിട്ടൻ എന്ന ഭാഗമാണ് ദ്വീപിൻ്റെ ബഹുഭൂരിഭാഗവും കൈയടക്കി വച്ചത്. പ്രാകൃത ഗോത്രവർഗക്കാരായ കെൽറ്റുകളുടെ ഭാഷ കോമൺ ബ്രിട്ടണി എന്ന പേരിൽ അറിയപ്പെട്ടു. AD 43 റോമൻ ചക്രവർത്തിയായ ക്ലോഡിയസ്
ബ്രിട്ടൻ്റെ വലിയൊരു ഭാഗം കീഴ്പ്പെടുത്തി. റോമൻ ഭരണകാലത്ത് ബ്രിട്ടനിലെ ഭരണഭാഷ ലാറ്റിനായിരുന്നു. റോമാക്കാരിലൂടെ പല ലാറ്റിൻ വാക്കുകളും കെൽറ്റിക് ഭാഷയ്ക്ക് ലഭിച്ചു. ഈ വാക്കുകളിൽ പലതും പിന്നീട് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ചേക്കേറുകയാണ് ഉണ്ടായത്. ബ്രിട്ടനിലെ റോമൻ ഭരണം ഏകദേശം 4 നൂറ്റാണ്ട്, അതായത് 400 വർഷം നീണ്ടുനിന്നു. AD 407 ഗോത്തിക് എന്ന ഗോത്രഭാഗക്കാർ റോമിനെ ആക്രമിച്ചു. തുടർന്ന് ബ്രിട്ടനിലെ റോമ സൈന്യം മുഴുവൻ ഗോത്തിക്കുകളെ നേരിടുവാൻ റോമിലേക്ക് മടങ്ങി. അങ്ങനെ കുറച്ചു കാലത്തേക്ക് ബ്രിട്ടൻ റോമൻ ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമായി. AD 5-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലം മുതൽ യൂറോപ്പിലെ ജർമാനിക് ഗോത്രത്തിൽപ്പെട്ട പല വിഭാഗക്കാർ ബ്രിട്ടനെ ആക്രമിച്ചു. AD 450 മുതൽ ജർമാനിക് വംശജരായ ആംഗിൾ, സാക്സൺ, ജ്യൂട്ട് എന്നീ വിഭാഗക്കാർ ബ്രിട്ടനെ ആക്രമിച്ചു. കൊള്ളയടിക്കുക എന്നതായിരുന്നു ആരംഭത്തിൽ അവരുടെ ലക്ഷ്യം. ബ്രിട്ടനിലെ മണ്ണിൻ്റെ ഫലപുഷ്ടി തിരിച്ചറിഞ്ഞ അവർ പിന്നീട് അവിടെ സ്ഥിരതാമസമാക്കി. അവിടുത്തെ താമസക്കാരായ കെൽറ്റുകളെ അവർ കൊന്നൊടുക്കുകയും ബ്രിട്ടൻ്റെ വടക്കും പടിഞ്ഞാറും ഭാഗങ്ങളിലേക്ക് തുരത്തുകയും ചെയ്തു. ആംഗ്ലോ സാക്സനുകളുടെ വരവോടെ അവരുടെ ഭാഷയായ ഓൾഡ് ഇംഗ്ലീഷ് ബ്രിട്ടൻ്റെ ഔദ്യോഗിക ഭാഷയായി മാറി. അവർ ബ്രിട്ടനിൽ വന്ന AD 450 ഓൾഡ് ഇംഗ്ലീഷിൻ്റെ തുടക്കമായി അറിയപ്പെടുന്നു. ആംഗ്ലോ സാക്സനുകളുടെ ഭാഷയെ ഓൾഡ് ഇംഗ്ലീഷ് എന്ന് വിളിക്കുമെങ്കിലും അതിന് ഇന്നു നാം സംസാരിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയുമായി യാതൊരു സാമ്യവും ഉണ്ടായിരുന്നില്ല. ഓൾഡ് ഇംഗ്ലീഷിലെ പദങ്ങൾ മിക്കവയും ജർമാനിക് ഭാഷയിൽ നിന്നുള്ളവയായിരുന്നു. അതിൽ ഭൂരിഭാഗവും ഇന്നത്തെ ഇംഗ്ലീഷിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു. ഓൾഡ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരുന്നതും ഇന്ന് ഇംഗ്ലീഷ് ഭാഷയിലുള്ളതുമായ പദങ്ങൾ മാൻ, വൈഫ്, ഹൈ, സ്ട്രോങ്, മീറ്റ് എന്നിവയാണ്. ഓൾഡ് ഇംഗ്ലീഷിൽ 3 വകഭേദങ്ങളുണ്ടായിരുന്നു. ആ വകഭേദങ്ങളാണ് പിന്നീട് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷായി മാറിയത്. ഓൾഡ് ഇംഗ്ലീഷിലെ സ്പെല്ലിങ്ങുകളൊക്കെ വ്യത്യസ്തമായിരുന്നു. AD 8-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിനെ ആക്രമിച്ച സ്കാൻഡിനേവിയൻ കടൽക്കൊള്ളക്കാരായ വൈക്കിങ്ങുകളും ആംഗ്ലോ സാക്സൺ ഭാഷയ്ക്ക് കാര്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇന്നു നാം ഉച്ചാരണത്തിൽ വിട്ടുകളയുന്ന പല അക്ഷരങ്ങളും ഓൾഡ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരുന്നു. നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന പല ഇംഗ്ലീഷ് വാക്കുകൾക്കും നാം ജർമാനിക് ഭാഷയോട് കടപ്പെട്ടിരിക്കുന്നു. അതിന് ഉദാഹരണം, ആഴ്ചയിലെ 7 ദിവസങ്ങളിൽ സാറ്റർഡേ, സൺഡേ എന്നിവ ഒഴികെയുള്ള 5 ദിവസങ്ങളുടെ പേര് വന്നത് ജർമാനിക്കിൽ നിന്നാണ്. സാറ്റർഡേ, സൺഡേ എന്നീ വാക്കുകൾ ഇംഗ്ലീഷിലെത്തിയത് റോമൻ ദേവന്മാരുടെ പേരിൽ നിന്നാണ്. ചന്ദ്രൻ്റെ ദിവസം എന്ന അർത്ഥം വരുന്ന മൂൺസ് ഡേ, അത് മൺഡേ എന്ന അർത്ഥത്തിൽ ജർമാനിക് വാക്കിൽ നിന്നാണ് മൺഡേയും. ട്യൂ എന്ന ആംഗ്ലോ സാക്സൺ ദേവൻ്റെ പേരിൽ നിന്നാണ് ട്യൂസ്ഡേയും. ഉഡൻ എന്ന ജർമാനിക് ദേവനിൽ നിന്നാണ് വെനസ്ഡേയും. ഇടിമുഴക്കത്തിൻ്റെ ദേവനായ തോർ എന്ന വാക്കിൽ നിന്നാണ് തേഴ്സ്ഡേയും. ഫ്രിഗ് എന്ന ദേവതയിൽ നിന്നാണ് ഫ്രൈഡേ എന്നും ഇംഗ്ലീഷ് ഭാഷയിൽ ആഴ്ചകളുടെ പേര് വരുവാൻ ഇടയായത്. ആംഗ്ലോ സാക്സനുകളുടെ കീഴിൽ ബ്രിട്ടനിൽ 7 സാമ്രാജ്യങ്ങൾ ഉയർന്നു വന്നു. ജൂട്ടുകളുടെ കീഴിലുള്ള പ്രദേശം കെൻറ്റ് എന്നറിയപ്പെട്ടു. വെക്സെക്സ്, സക്സെക്സ്, എക്സെക്സ് എന്നിങ്ങനെ 3 സാമ്രാജ്യങ്ങളായിരുന്നു സാക്സനുകളുടെ കീഴിലുണ്ടായിരുന്നത്. ആംഗിളുകളും 3 സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചു. കാലാന്തരത്തിൽ വെക്സെക്സ് ഏറ്റവും വലിയ ശക്തിയായി ഉയർന്നു. AD 829 വെക്സെക്സിലെ എഗ്ബർട്ട് രാജാവ് ഈ 7 സാമ്രാജ്യങ്ങളെ ഒന്നിപ്പിച്ച് ഇംഗ്ലണ്ട് രൂപീകരിച്ചു. അങ്ങനെ എഗ്ബർട്ട് ഇംഗ്ലണ്ടിലെ ആദ്യ രാജാവായി. എഗ്ബർട്ടിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ആൽഫ്രഡ് ദ ഗ്രേറ്റ് ഇംഗ്ലണ്ടിൻ്റെ രാജാവായി. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഓൾഡ് ഇംഗ്ലീഷിലെ വെസ്റ്റ് സാക്സൺ ഡയലക്റ്റ് സാഹിത്യത്തിലും
ഭരണരേഖകളിലും ഉപയോഗിക്കുവാൻ തുടങ്ങിയത്. ഓൾഡ് ഇംഗ്ലീഷിൽ ആദ്യത്തെ കവി കാഡ്മൻ ആണ്. അദ്ദേഹത്തിൻ്റെ ലഭ്യമായ ഏക പുസ്തകം കാഡ്മൻസ് ഹൈൻ എന്ന കൃതിയുമാണ്. ഇത് ഇംഗ്ലീഷ് ഭാഷയെപ്പറ്റിയുള്ള ഒരു ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവച്ചു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.